കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടിവിയിലേക്ക് നിസ്സീമമായ സ്വാഗതം. പലരും വിളിച്ചു ചോദിച്ചിരിക്കുന്നതാണ്, ഭാവി അറിയാൻ മന്ത്രമുണ്ടോ സാറേ? ഒരുപാട് രസകരമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത്. രസകരമായിട്ടുള്ള ഒരുപാട് കമന്റുകളുണ്ട്. ഭാവി അറിയാൻ, അപ്പോൾ ജ്യോത്സ്യനെ കണ്ടാലും ഭാവി അറിയാൻ കേട്ടാ. ഞാൻ പാവം ജ്യോത്സ്യനാണേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് തന്നെയല്ല, അത് ചോദിച്ച ചോദ്യം ഉത്തമമായിട്ടുള്ള ചോദ്യം. ഭാവി അറിയാനുള്ള മന്ത്രമുണ്ട്, സംശയമില്ലാത്ത കാര്യം. ഞാൻ നേരത്തെ എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. യക്ഷിണി മന്ത്രങ്ങൾ എന്നും പറഞ്ഞിട്ട് ഒരുപാട് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചാനലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതില് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്വപ്നേശി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞുള്ള മന്ത്രമുണ്ട്. എല്ലാം ദേവി മന്ത്രങ്ങളാണ്. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ് സ്വപ്നേശി. സ്വപ്നേശി ഉണ്ട്, കർണപക്ഷി, അങ്ങനെ ഒത്തിരി മന്ത്രങ്ങളുണ്ട് ഇതിന്. ഭാവി നമ്മൾക്ക് വന്ന് ചിലർ പറയത്തില്ലേ, ചില സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നു സാറേ, ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്താ മതി, പിറ്റേ ദിവസം അതുപോലെ നടക്കുമെന്ന്. അതുപോലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട, ആ സ്വപ്നം കണ്ടതുപോലെ തന്നെ നടന്നു വന്നു. എന്തുകൊണ്ടാ? അപ്പൊ നമുക്ക് എന്തോ ഒരു ഇന്ദ്രിയാവസ്ഥ കൂടുതലുണ്ടല്ലേ. ആറാം ഇന്ദ്രിയം എന്ന് പറയുന്ന പോലെ ഒരു സിക്സ്ത് സെൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. ചില ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നേ ഈ സെൻസ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് എപ്പോഴും വർക്ക് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പൊ ഈ സെൻസ് ഉള്ളവർക്ക് ഒക്കെയാണ് ചിലപ്പം പറയുന്നത്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കാര്യം. എനിക്ക് കബഡി വെച്ച് നോക്കിയിട്ടുള്ളതേ എനിക്കറിയത്തില്ല. ഈ കബഡിയിൽ തെളിയുന്ന രാശി അനുസരിച്ച് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള കഴിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം എൻ്റെ അടുക്ക പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇന്നലെ ഇതുപോലെ കണ്ട് അതുപോലെ ഞങ്ങളുടെ അയൽവക്കത്ത് സംഭവിച്ചു. ഇന്നലെ ഞാനൊരു മരണം കണ്ടു, അതുപോലെ സംഭവിച്ചു. അപ്പം ഭാവി അറിയാൻ മന്ത്രം ഉണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചതിൽ കഴമ്പുണ്ട്. ഭാവി അറിയാൻ മന്ത്രമുണ്ട്. സ്വപ്നേശി മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. അത് നമ്മൾ ജപിക്കേണ്ടത്. അതും സ്ലീം പശു ഹുമ്പിൾ എന്നുള്ളതാണ് അസ്ത്രം ഉപയോഗിക്കേണ്ടത്. ഈ അസ്ത്രം എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, സ്വർണ്ണ എന്ന് പറയുന്ന പോലെ ഓരോ ലോഹങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഓരോ അസ്ത്രങ്ങളുണ്ട് അല്ലേ. ആ അസ്ത്രങ്ങൾക്ക് പവർ കൊടുക്കുന്നത് നമ്മളാണല്ലേ. ഇപ്പം കാറുണ്ട്, ബൈക്കുണ്ട്, ലോറിയുണ്ട്, ഓരോരുത്തർക്കും ഓരോ പവറുള്ള എഞ്ചിനല്ലേ. ആ എഞ്ചിൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ അസ്ത്രത്തിന് ബലം കൊടുക്കുന്നത്, പവർ കൊടുക്കുന്നത് ഒരു മാന്ത്രികന്റെ അല്ലെങ്കിൽ ഉപാസനാ ശക്തി ബലമുള്ളവന്റെ കഴിവാണ് അല്ലേ. ആണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഓം ശ്രീം സ്വപ്നേശി കാര്യം മേവത എന്ന് പറയുന്ന ആ ഒരു ഇതിലുള്ള മന്ത്രമാണ് ഭാവി അറിയുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് അക്ഷരലക്ഷം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വ്രതത്തോടും ധ്യാനത്തോടും കൂടി ഈ സ്വപ്നേശി മന്ത്രത്തെ നമ്മൾ ജപിച്ചു കണ്ടാൽ, അതുപോലെ ഹോമ ജപാദികൾ, ഹോമം കൂടെ സംവാദം സ്പർശിച്ച് കൂവളത്തിലെ 10,000 എണ്ണം ഹോമിച്ച്, അതിൻ്റെ കൂടെയുള്ള മറ്റ് സമുത്തുക്കളും ഹോമിച്ച് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഹോമിച്ചു കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഭാവി ഫലം അറിയാൻ സാധിക്കും എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളത്. സംശയമില്ലാത്ത കാര്യമാണ്. ഇതിന് ഉപാസന വേണം, ഉപാസനാശക്തി ബലം വേണം, എങ്കിൽ മാത്രമേ ഇത് പ്രയോജനമാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭാവി അറിയാനും മന്ത്രമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സവമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.